Hello friends, Hi Kitchen Recipes in മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ചെമ്മീൻ റോസ്റ്റ് വളരെ സ്പെഷ്യൽ സ്റ്റൈലിൽ തയ്യാറാക്കുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്, എളുപ്പമാണ് തയ്യാറാക്കാൻ. ഇതിൻ്റെ ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് ഇതുവരെ കണ്ടുകൊണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ പ്ലീസ് താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഫ്രീ ആണ്. പിന്നെ നിങ്ങൾക്ക് എന്തായാലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് നല്ല റെസിപ്പി വീഡിയോസ് തന്നെയാണ് ഞാൻ എപ്പോഴും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. 1 കിലോ ചെമ്മീൻ വാങ്ങുക, എന്നിട്ട് അതിനെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെക്കണം. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുത്താലും മതി. 2 നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനിയും നമ്മൾ കുറച്ച് കഴിയുമ്പം കൂടുതൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് മുതൽ 6 മിനിറ്റ് വരെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 6 മിനിറ്റ് കഴിയുമ്പം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചെമ്മീൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഏകദേശം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടെ വേകാനുള്ളത് നമുക്ക് റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിനെ സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. മറ്റൊരു പാനിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ചൂടായ എണ്ണയിലോട്ട് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 ഉണക്കമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളക് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി മീഡിയം ലോ ഫ്ലെയിമിൽ തീ വെച്ചാൽ മതി. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് നമുക്ക് ഏകദേശം ഒരു 8 വെളുത്തുള്ളി, അത്യാവശ്യം വലിപ്പമുള്ള ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഏകദേശം 1 ടീസ്പൂണോളം വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം. 4 മീഡിയം സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ചെമ്മീൻ വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ സമയത്ത് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട്. ഉപ്പ് കൂടിപ്പോകരുത്. സവോളയുടെ കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. തീയൊന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്ത് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുവാണ്. ഇപ്പോൾ സാധാരണ ചെമ്മീൻ റോസ്റ്റിലോട്ട് ഗരം മസാല അങ്ങനെ ചേർക്കണതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. ചേർക്കുന്നവരും കാണും, ഇല്ല എന്നല്ല പറയുന്നത്. അപ്പോൾ ഈ ഗരം മസാല ഇങ്ങനെ ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക രുചിയായിരിക്കും. കൂടി പോകരുത് കേട്ടോ. ഈ 1 കിലോ ചെമ്മീനിന് 1 ടീസ്പൂൺ ഗരം മസാല മാത്രം മതി. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന എല്ലാ പൊടികളുടെയും പച്ചമണം മാറി കിട്ടുന്നത് വരെ ഒരു 6-7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പച്ചമണം മാറിയാൽ മാത്രമായിരിക്കും നമ്മളുടെ ഒരു കറിക്ക് രുചി ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് ഈ പച്ചമണം മാറിയിട്ട് വേണം ഇതിലോട്ട് ഞാൻ 2 മീഡിയം സൈസ്ഡ് ടൊമാറ്റോ നന്നായിട്ട് മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. ഈ ടൊമാറ്റോയുടെ പേസ്റ്റ് തന്നെ ചേർക്കണം, അരിഞ്ഞ് ചേർക്കരുത് കേട്ടോ. പേസ്റ്റ് ചേർക്കുമ്പോഴാണ് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ടൊമാറ്റോയുടെ പേസ്റ്റ് ഞാൻ പറഞ്ഞോളം തന്നെ ഈ പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമാണ് ചേർക്കാവൂ, അല്ലെങ്കിൽ കറിക്ക് രുചി കുറയും. അതിനുശേഷം ഈ ടൊമാറ്റോ പേസ്റ്റിൻ്റെ പച്ചമണം കൂടെ മാറി കിട്ടുന്നവരെ വളരെ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണം എല്ലാം വളരെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ്റെ കൂട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ വേവിച്ചപ്പം അതിന് കുറച്ച് വെള്ളമെല്ലാം വന്നിട്ടുണ്ടായിരുന്നല്ലോ, അതെല്ലാം ഇതിലോട്ട് ചേർക്കണം കേട്ടോ. അല്ലാണ്ട് വെള്ളം മാറ്റിയിട്ട് ചെമ്മീൻ്റെ കഷ്ണങ്ങൾ മാത്രം ചേർക്കുവാണെങ്കിൽ രുചി ഉണ്ടാവില്ല.
അതെല്ലാം കൂടെ ചേർത്ത് നമുക്കിതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഒരുപാട് സമയത്ത് ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ നേരത്തെ 6 മിനിറ്റോളം വേവിച്ചെടുത്ത ചെമ്മീനാണ്. അപ്പോൾ കൂടുതൽ സമയത്ത് വേവിക്കുകയാണെങ്കിൽ ചെമ്മീൻ അങ്ങനെ റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന് രുചി കൂട്ടാനുള്ള ഒരു പൊടിക്കൈയാണ് ഞാനീ പറഞ്ഞു തരുന്നത്. ഞാനിവിടെ 2 ടീസ്പൂൺ തേങ്ങ, ഗ്രേറ്റ് ചെയ്ത തേങ്ങയും 4 കാഷ്യൂനട്ട്സും കുറച്ച് വെള്ളത്തിലിട്ടിട്ട് മിക്സിയിൽ വളരെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നമുക്കിതിൻ്റെ കൂടെ ഒരു നുള്ള് പഞ്ചസാര കൂടി പോരുത് കേട്ടോ, കാരണം മധുരക്കറയായിപ്പോവും. അപ്പോൾ ഒരു തുള്ളി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു തേങ്ങയുടെ കൂട്ടിൻ്റെയും കൂടെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടണം. അത് പെട്ടെന്ന് തന്നെ മാറും, ഒരുപാട് സമയമൊന്നും എടുക്കില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതിലുള്ള എല്ലാ ഫ്ലേവേഴ്സിനെയും വളരെ നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. പക്ഷേ അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന തേങ്ങയുടെയും കാഷ്യൂനട്ടിൻ്റെയും പച്ചമണം മാറാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. അങ്ങനെ ഏകദേശം 1 മിനിറ്റിന് ശേഷം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിന് കുറച്ച് സമയം കൂടി ഒന്ന് മൂടി വെക്കാം. അപ്പോഴായിരിക്കും ഈ ചെമ്മീൻ റോസ്റ്റിൻ്റെ ചെമ്മീനിലോട്ട് നന്നായിട്ട് മസാലകളൊക്കെ കുറച്ചും കൂടി പിടിക്കുകയുള്ളൂ. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാം. നമുക്ക് ചോറിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ പുട്ടിൻ്റെ ഒപ്പമോ സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വരുന്നതെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ആ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഞാൻ എപ്പോൾ ഒരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.